ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം എല്ലാവരും തന്നെ വീട്ടിൽ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്, എല്ലാവരും തന്നെ വീട്ടിൽ സേഫ് ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്? ഹസ്ബൻഡ് ഡസ് മൈ മേക്കപ്പ് എന്നുള്ള വീഡിയോ ആയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫൺ വീഡിയോ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല, എന്തിനാ യൂസ് ചെയ്യുന്നത് പോലും അറിയില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നു നമുക്കത് ചെയ്യാന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം മോയ്സ്ചറൈസർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. പിന്നെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം, മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ, ഇത്രയും ഒരുപാട് സാധനങ്ങളുണ്ട്. ഇത് വെച്ചിട്ടാണ് സാലിഷ് പ്രോ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ സംഭവം കൂടി ഉണ്ട്. ഓക്കെ, തുടങ്ങിക്കോ. തുടക്കം നിന്നാണ് ഫസ്റ്റ് തന്നെ. ഓൾറെഡി മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. നീ പറഞ്ഞു തരുമോ അതോ? നീ തന്നെ ചെയ്യണം. കുറച്ച് ബ്രഷ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കണ്ടോ? കുറച്ച് ബ്രഷ് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇത് മറ്റേ പിരികം ബ്രഷ് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പിരികത്തുമ്മ പിടിക്കുകയാണ്. മിക്കവാറും ഞാൻ പച്ചാളം പാസിയാവാൻ വഴിയുണ്ട്. ഇതൊന്നും ചെയ്യില്ലേ? ഒന്നത് കഴിഞ്ഞു. ആദ്യം തന്നെ ഒന്നും പറയുന്നില്ല, ആദ്യം മേക്കപ്പ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് ഐബ്രോസ് ഒക്കെ ചെയ്യണം. ഇതിലാണോ മേക്കപ്പ് ചെയ്യാതെ? അടിപൊളി, ഒന്നുമില്ല. അത് ഫൗണ്ടേഷൻ ആവല്ലേ? അതിതാണോ? അതേതാന്ന് പറ. ഇതാണോ? ഇതിപ്പോ ഞാൻ തന്നെ പറഞ്ഞെന്നായാലും ഇതൊരു തുണ്ട് മതി. എന്റെ ഡാർക്ക് സ്പോട്ട് ഉള്ള സ്ഥലത്ത് മാത്രം ഇട്ടാ മതി. ഇവിടെ ഒരെണ്ണം, ഇതിന് മൊത്തം ഞാൻ പറഞ്ഞ പോലെ ഇത് എന്തിനാ യൂസ് ചെയ്ത് ഇത് ഇച്ചിരി കൂടി പോയിട്ടുണ്ട്. എന്നിട്ട് അല്ല, ഇതുകൊണ്ടല്ലാന്ന് എനിക്കറിയാം. ഇതുകൊണ്ടാണല്ലോ. ഇതുകൊണ്ടല്ലേ? കേടാവില്ലല്ലോ ഈ സാധനങ്ങൾ? ഇതൊന്നും കേടാവില്ല. ഇതുകൊണ്ട് ചെയ്യാം. ഇതല്ലല്ലോ, ഇത് പൊടിയിടുന്ന സാധനമാണല്ലോ. ഇതന്നെയാ. കണ്ണടയ്ക്ക്. ഞാൻ എടുക്കണ്ട. എനിക്കറിയാം എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട് ഉള്ളത്. അവിടെ മറ്റേ സാധനം വെച്ച് കുത്തുകുത്ത. ഇതേതായിരുന്നു? ചിരിക്കണ്ട. അവസാനം ഞാൻ ഈ മേക്കപ്പിന്റെ പരിപാടിക്ക് ഇറങ്ങും. തലപ്പെടണ്ട. കണ്ടോ നീ? നേരത്തെ ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഞാനാ? ആർക്കാ? ഇപ്പഴാണല്ലേ. ആർക്കും മേക്കപ്പ് ചെയ്തിട്ടില്ല. കണ്ണിന്റെ മുകളിലൂടെ ഇല്ല. നെക്സ്റ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐലൈനർ. അത് കണ്ണിൽ നിൽക്കുന്ന ഐബ്രോ. ഇതുകൊണ്ട് ആദ്യം എൻ്റെ ഐബ്രോസ് ഞാൻ ത്രെഡ് ചെയ്യാറില്ല. എനിക്ക് ത്രെഡ് ചെയ്യണത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ റേസർ വെച്ച് വെറുതെ ഷേപ്പ് ചെയ്യാറുള്ളൂ എൻ്റെ ഐബ്രോസ് എല്ലാം. ഈശോ, അത്രയൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റേ വരച്ച ചെള പോലെ ഉണ്ടാവട്ടെ. ഇത് ഇട്ടിട്ട് പുറത്തു പോകാൻ പറ്റൂടെ?
നോക്കാം. അങ്ങോട്ട് ആക്കരുത് കേട്ടോ. ചെയ്യുമ്പോ മാറ്റം അറിയണ്ടോടി. അപ്പൊ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു, ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട് ഗൈസ്, നല്ലാണോ? എങ്ങനെയുണ്ട്? ഐലൈനർ നമ്മളെപ്പോഴാ ഇത് വരയ്ക്കണ്ടേ? അതാണ് ഇപ്പൊ നമ്മള് ചെയ്തത്. എന്നിട്ടോ ഐലൈനർ. ഐലൈനറിന് മുമ്പ് ഈ സാധനം കണ്ണിന്റെ മുകളിൽ ഇടണ സാധനം. അതിന്റെ ബ്രഷിനെ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ ഏത് കളറാണോ ഏതെങ്കിലും നല്ലൊരു ഇഷ്ടമുള്ളൊരു കളറാണ്. ഇത്രയും കളറുണ്ട് കേട്ടോ. ഇതിൽ ഏത് കളറുണ്ട്? ഇതിട്ടല്ലോ, ഗോൾഡൻ വേണ്ട. ഇത് ഡാർക്ക് ലൈറ്റ് ഇതിടാം. ലൈറ്റ് ഇട്ടാൽ മതി. ഇത് മതി. ഇത് അത് മതി. എന്നിട്ട് കുറച്ചിങ്ങനെ കൊട്ടിക്കളഞ്ഞിട്ട് ഇടണം. അതിൻ്റെ അകത്തിന് ഇങ്ങനെ തൊട്ട് കണ്ണടക്കൂ. ഈ മോയ്സ്ചറൈസർ ഇട്ടപ്പോഴേ കണ്ണിപ്പികളെ ഇത് ഗോൾഡൻ കളറാണല്ലോ. മിക്സ് ആണ് അത്. ഐഷാഡോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഐഷാഡോ നമ്മൾ ഇട്ടത് ഈ ഷെയ്ഡായിട്ട് ഇട്ടേക്കുന്നത്. ഇത് ഒരു സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടർനേറ്റ് ഷാഡോ പാലറ്റ് എന്ന് പറഞ്ഞൊരു ഇതാട്ടോ. 04 ആട്ടോ. എനിക്കിത് ഇഷ്ടമാണ് ഭയങ്കര. എൻ്റെ അകത്ത് ഏറ്റവും ഞാൻ യൂസ് ചെയ്യണത് ഇതാട്ടോ. ഏറ്റവും യൂസ് ചെയ്യണത് പൊട്ടാണോ? അല്ല, ഇത് പിരികത്തും ചെയ്യുന്നല്ലേ? അല്ല, ഇത് ലെങ്ത് ഡെഫിനിഷൻ ലിഫ്റ്റ്. ഓ, ഇത് കണ്ണിന്റെ മറ്റേ സാധനത്തിന്മേ ബ്ലാക്ക് ഇതിന്മേ കണ്ണടയ്ക്കൂ. കണ്ണടച്ച കിട്ടില്ല, കണ്ണ് പറയണം. ഓ, ഇങ്ങനെ സാധനമായിരുന്നല്ലേ. പോയി പിടി. കളയല്ലേ? അയ്യോ, നമ്മള് മറ്റേ ബിഫോർ ആഫ്റ്റർ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ല. Next I'm going to eyeliner. ഐലൈനർ. ഓക്കെ, ഐലൈനർ എഴുതാൻ അറിയാവോ? ആദ്യമായിട്ട് എഴുതാനായിട്ട് ഐലൈനർ ഒക്കെ കർത്താവിനുണ്ട്. കണ്ണു കുത്തി പൊട്ടിക്കുന്നത് കർത്താവിനറിയാം. അവസാനം കണ്ണുണ്ടാവോ? നീ വർത്താനം പറയാണ്ടിരുന്നാ മതി. പെയിന്റ് അടിച്ച് പരിചയമുള്ള ഞാൻ. ഈശോ, ഇങ്ങനെയൊന്നല്ല. ഇങ്ങനെയാ വരയ്ക്കാം, എനിക്കറിയാം. അയ്യോ, ഇങ്ങനെയാ വരയ്ക്കാം. അമ്മനാട്ടിക്ക് കുട്ടി. ഇരിക്കില്ലടി. ഇങ്ങനെ 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 അയ്യോ, അങ്ങനെ വരയ്ക്കാം. കണ്ണടക്ക്. ചിരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. ഇത് പെട്ടെന്ന് ഈ ഐലൈനർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഐലൈനർ ആട്ടോ. ഇത് നിങ്ങൾ കുറേ നേരം ഇത് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ
ലാക്മേയുടെ ഐക്കോണിക് ഐലൈനർ നാട്ടിന്റെ പേര്. ഇതിങ്ങനെയാണോ? ഈശോ, അതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടില്ല കണ്ടോ. ഇത് നിങ്ങള് ഒന്ന് നോക്കണേ. എന്റെ ലിപ്സ്റ്റിക് ഇത് എന്ത് കട കാണിച്ചത്? അത് ഇങ്ങനെ ഇങ്ങനെ തിരിച്ചെടുക്കണം കേട്ടോ. അപ്പൊ ഈ നല്ലൊരു ഐലൈനർ കേട്ടോ, ഭയങ്കര ജെല്ല ഐലൈനർ ആണ്. അതുപോലെ തന്നെ കൊറേ നേരം നിക്കും കേട്ടോ. ലിപ്സ്റ്റിക് മതിയില്ല ഞാൻ അടുത്ത് പിടി. ചുണ്ടിന്റെ മോൾ ചുണ്ടാണ്. ഇരിക്കല്ലേ, ഇങ്ങനെ പിടിക്കും. അങ്ങനെ അടിച്ചാ ചെയ്യാ ശരിയാവില്ല. എന്നാ മര്യാദക്ക് ഇരിക്കും. പക്കലടിപൊളി ലിപ്സ്റ്റിക്ക് പോയി. തീരെ കളർ കുറഞ്ഞു പോയി ലിപ്സ്റ്റിക്കില്. അടിപൊളി. മേക്കപ്പ് അടിപൊളിയായി. ഞാൻ എന്തില്ല എനിക്ക് ഇപ്പൊ പറയാല്ലേ. ഗൈസ്, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക് ആണ്. കയ്യിലൊക്കെ ആയാലോ. ഈ ലിപ്സ്റ്റിക് തന്നെ അയക്കണത്. തല തേച്ചു ലിപ്സ്റ്റിക് അല്ല ഇതൊക്കെ. ഇത് ഒരു കളർ ബാറിന്റെ ഷെയ്ഡാട്ടോ. നല്ല രസമുള്ള ഷെയ്ഡാണ്. 001 ആണ് കേട്ടോ കളർ ബാറിന്റെ. നല്ല കളറുണ്ട്. 001 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ചോന്ന്. അത് അതിന്റെ അല്ല, 1 എന്ന് പറഞ്ഞാൽ കുറവ് കളറൊന്നുമില്ല കണ്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ഇട്ടേക്കുന്നത് 001. ഇത് നമ്മൾ യൂസ് ചെയ്യണ്ടോ? എന്ത് വേണമെങ്കിലും ചെയ്തോ. നിനക്ക് കാജലാണ് വേണ്ട. കാജൽ ഐലൈനർ ഇട്ടില്ലേ? അല്ല, ഐലൈനറിന്റെ താഴെ നമ്മൾ വരയ്ക്കില്ലേ? വേണ്ട വേണ്ട വരയ്ക്കണം. വേണ്ട തിരിഞ്ഞ അമ്പ പൊള്ളി. ഇനി എന്താണ്, ഇനിയുണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ. ഇവിടെയൊക്കെ ചമപ്പിക്കാം. അയ്യേ, ഇപ്പൊ നല്ല ഭംഗിയുണ്ട് കാണാൻ. ബ്ലഷ് ഇടണം. അത് ഇതിൽ തന്നെയല്ലേ? അതന്നെ, സെയിം ഷെയ്ഡ് തന്നെ കുറച്ചിട്ടണേ. കുറച്ചധികം ഇടണമെന്നാണോ? കുറച്ചിട്ടാ മതി. ഇതല്ലല്ലോ, ഇതല്ലായിരുന്നു. അത്രയൊന്നും ഇടല്ലേ. എന്നിട്ട് തട്ടണം, നന്നായിട്ട് തട്ടണം. അപ്പൊ ഞാൻ അത് പ്രാവശ്യം ഇതിന്ന് വാരിയാ മതിയാ? ഇതല്ല ബ്ലഷ് വരാം. അയ്യോ, കണ്ട, അത് വൃത്തികേടാക്കിയത്. മര്യാദക്ക് ഉണ്ടായിരുന്നത്. മറ്റേ അതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ചെയ്യാം. ഇതും കൊണ്ട് തന്നെ അത് ചെയ്താൽ മതി. അങ്ങനെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ട്. സരേഷ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളുടെ ക്യാമറ ഇതാക്കല്ല. സരേഷ് ആദ്യമായിട്ട് എനിക്ക് മേക്കപ്പ് ചെയ്തു തന്നു. ആദ്യമായിട്ടും അവസാനമായിട്ടും ഇതോടുകൂടി കിട്ടി മേക്കപ്പ്. എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കൽ നിർത്താൻ വഴി. ഇത് പഴയത് യൂസ് ചെയ്തതിന്റെ കളറൊക്കെ മിണ്ടുന്നുണ്ടല്ലേ? പഴയത് മീൻസ് ആദ്യമൊക്കെ യൂസ് ചെയ്തതിന്റെ. കൊള്ളാം. എനിക്ക് തോന്നുന്നു പിരികം, കണ്ണ്, കണ്ണിന്റെ മോൾ ഭാഗം, ചുണ്ട്, ഇത്രയും കാര്യം എനിക്ക് അറിയണ്ടായുള്ളൂ. ഈ സാധനം ഇപ്പൊ അവസാനം പറഞ്ഞ ബ്ലഷിന്റെ കേസ് എനിക്ക് അറിയണ്ടായില്ല. പിന്നെ ഈ സാധനം ഞാൻ കുറെ നാളായിട്ട് കാണുന്നത്. എന്തിനാ യൂസ് ചെയ്യുന്നത് എനിക്ക് വലിയ പിടുത്തുണ്ടായില്ല. ഞാൻ സാധാരണ നോക്കാറില്ല. ലിപ് ലൈനർ യൂസ് ചെയ്തിട്ടില്ല. അതാദ്യം പറയണ്ടേ? കഴിഞ്ഞു. അത് മാത്രമേ യൂസ് ചെയ്യാത്തുള്ളൂ. ലിപ് ലൈനർ ആവശ്യമില്ല എനിക്ക് ലിപ്സ്റ്റിക് ഇടാൻ. അമ്മ അതില് പെർഫെക്ഷനിലാണ് ഞാൻ അത് ചെയ്ത് കണ്ട. എന്താ ഷേപ്പ് നോക്കിയേ. അപ്പൊ നമുക്ക് ഇതിന്റെ സൂം വീഡിയോ കണ്ടാലോ. അപ്പൊ നേരെ ഫേസിലേക്കാണ് കേട്ടോ. എങ്ങനെയുണ്ട് നോക്ക് ഗൈസ്. ഞാൻ ചെയ്തു കൊടുത്ത എന്തേലും വൃത്തി ഉണ്ടോ നോക്കിയേ. ഓക്കെ, അപ്പൊ ഇനി നമുക്കുള്ള റിയാക്ഷൻ കാണാം ക്യാമറയില്.
ഐലൈനർ വെച്ച് പൊട്ട് തൊടാളെ പറ്റിയോ? കുഞ്ഞു പൊട്ട് പോലെ. എനിക്ക് ഇവളിങ്ങനെ ചെറിയ ഒരു ഡോട്ട്, കുഞ്ഞൊരു ഡോട്ട് പൊട്ട് തൊടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ സമയത്ത് ചിരിക്കിട്ട് തോന്നിക്കാറുണ്ട്. അപ്പോൾ ഞാൻ കുഞ്ഞു പൊട്ടാണ് സജസ്റ്റ് ചെയ്യാറ്. ഞാനൊരു കുഞ്ഞു പൊട്ടാണ് ഈ ഐലൈനർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ എക്സ്പ്രഷൻ നോക്കാം. അപ്പോൾ ഗോ ടു ദ കിച്ചൺ, സോറി കിച്ചൺ അല്ലല്ലോ, ബാത്റൂം. അപ്പോൾ അവള് മിററിലേക്ക് നോക്കാണ്. അതിനുണ്ടടി ആക്ച്വലി നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിട്ടോ. ഡു യു ലൈക്ക് ദാറ്റ് വൺ? യെസ്, ഐ ലൈക്ക് ഇറ്റ്. ആദ്യമായിട്ട് ചെയ്യണ അത്രയും വൃത്തിയോടൊന്നും ഇല്ല കേട്ടോ, പക്ഷെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് പക്ഷെ ആ പിരികം റെഡി ആയിട്ടുണ്ടോ? പിരികം ഞാൻ ഈ സൈഡ് ഇങ്ങനെ ഒരു വാലിട്ടുണ്ട്. അത് കുഴപ്പമില്ല. ഐലൈനർ കുഴപ്പമില്ലല്ലോ. ഐലൈനർ തെറ്റാണ്, ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടൊക്കെയാണ്. ആണ്ടോ ഐലൈനർ തെറ്റാണ്. പക്ഷെ ഫൗണ്ടേഷൻ ഞാൻ ഇട്ടാ ഇങ്ങനെ ആവാറില്ല, പക്ഷെ ഇവൻ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് ആയിട്ടുണ്ട്. അതെന്താണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ലിപ്സ്റ്റിക് ഉണ്ട്, ലിപ്സ്റ്റിക്കിന് മറ്റേ സാധനം കൊടുക്കാണ്ട് ഷേപ്പ് ആയിട്ടുള്ളതുണ്ട്. ലിപ്സ്റ്റിക്കും നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് ഇടണ ആൾക്കാരൊക്കെ പോലെ ഒന്നും അല്ല. നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം? 10 ഒരു 7 കൊടുക്കാം. ഇല്ല 7 കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളും പറയണം എത്ര മാർക്ക് കൊടുക്കാം എന്നുള്ളത് പറയണം കേട്ടോ. വെളിച്ചെണ്ണ എനിക്ക് വെളിച്ചത്തിരിക്കുന്ന കംപ്ലീറ്റ് അതില് കാവണിട്ട് വെള്ളിയ. ഈ പിരികച്ചിരി കട്ടിക്കുള്ളടി കറുപ്പ് അതന്നെ ഇതിനകത്ത്. എന്താണെന്നറിയോ, ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് വരച്ചത് അതായിരുന്നു. പിന്നെ ഞാൻ മുക്കിയില്ല, മുക്കാണ്ട് നേരെ ഇപ്പഴത്തെ സൈഡിലും ഒരു കോട്ടടിച്ചു. അതുണ്ടായത്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടമായോ ഇഷ്ടപ്പെട്ടില്ലേ എന്നൊക്കെ പറയണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി വിളിക്കുമ്പോൾ എന്നെ വിളിക്കാനും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലും കുറച്ച് ചാലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് ബോക്സിൽ പറയണം, നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് പറഞ്ഞൊരു ചലഞ്ചാണ്. ഓക്കെ, അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ.